പശ്ചിമേഷ്യൻ മണലാരണ്യത്തിൽ നിന്ന് ഇന്നുയരുന്നത് വെറും ഒരു പുകയല്ല, ഒരു സാമ്രാജ്യത്തിന്റെ ചിതയിൽ നിന്നുള്ള പുക പടലങ്ങളാണ്. 2026 മാർച്ച് 13 വെള്ളിയാഴ്ച. ലോകം അശുഭ സൂചനയായി കാണുന്ന ആ ദിനം ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അധ്യായമായി കുറിക്കപ്പെട്ടു കഴിഞ്ഞു. അന്ന് പുലർച്ചെ അമേരിക്കൻ മണ്ണിൽ നിന്ന് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ചിറക് വിരിച്ചു പറന്നുയരുമ്പോൾ ഇറാനിലെ ഭരണാധികാരികൾ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ അവസാനത്തിന്റെ തുടക്കമാണിതെന്ന്. ഇറാന്റെ സാമ്പത്തിക സിരയായ ഖാർഗ് ദ്വീപ് എന്ന കിരീടരത്നത്തെ അമേരിക്കൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ ചാരമാക്കിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം എന്നേക്കുമായി മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ്. ആ കറുത്ത വെള്ളിയാഴ്ചയുടെ തുടക്കം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഒരു നിഗൂഢമായ വീഡിയോയിലൂടെയായിരുന്നു ലോകം അറിഞ്ഞത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകാരിയായ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഒന്നൊന്നായി ആകാശം പുലർന്ന് കുതിച്ചുയർന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്ക ആരംഭിച്ച ആ ദൗത്യം ലക്ഷ്യം വെച്ചത് ഇറാന്റെ നിലനിൽപ്പിനെ തന്നെയായിരുന്നു. റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ശത്രുവിന്റെ അന്തഃപുരങ്ങളിൽ വരെ ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള ഈ ആകാശ മാലാകമാർ പേർഷ്യൻ ഗൾഫിന്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നപ്പോൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്രസക്തമായി. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ മുൻപേ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതോടെ നേതൃത്വം നഷ്ടപ്പെട്ട ഇറാനിയൻ സൈന്യത്തിന് ഈ ആകാശ പക്ഷികളെ തടയാനുള്ള കരുത്തുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഖാർഗ് ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഇറാന് ഏറ്റവും വലിയ വിനയായത്. വടക്കൻ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് വെറും ഒരു മണൽത്തിട്ടയല്ല, ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന ജീവധമനിയാണ്. ആഗോള വിപണിയിലേക്കുള്ള ഇറാന്റെ എണ്ണ മുഴുവൻ കടന്നു പോകുന്ന ഈ വാതിൽ അമേരിക്ക അടച്ചുപൂട്ടിയതോടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായും നിലച്ചു എന്ന് കരുതാം. ഇറാന്റെ കിരീടധാരണമായ ഖാർഗ് ദ്വീപിലെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളെയും ഞങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാന്റെ സൈനിക പരാജയത്തിന്റെ ഔദ്യോഗിക വിളംബരം കൂടിയായിരുന്നു. കളി മാറിയത് എവിടെയെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ട്രംപ് ഖാർഗ് ദ്വീപിനെ തന്നെ തെരഞ്ഞെടുത്തത്? ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു ചാണക്യ തന്ത്രമുണ്ട്. ഒരു രാജ്യത്തെ സൈനികമായി നേരിടുന്നതിനേക്കാൾ വലിയ പ്രഹരം അവരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുന്നതാണ്. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന ലക്ഷ്യം. ഫെബ്രുവരി 28 തുടങ്ങിയ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷി തകർത്തെങ്കിൽ മാർച്ച് 13 ഈ ബോംബിംഗ് അവരുടെ സാമ്പത്തിക ഭാവിയെ തന്നെ തകർത്തു. മാന്യതയുടെ പേരിൽ എണ്ണക്കിണറുകൾ നശിപ്പിച്ചിട്ടില്ല എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതൊരു വലിയ കെണിയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ ഇറാൻ ഇനി എന്തെങ്കിലും ഇടപെടൽ നടത്തിയാൽ ബാക്കിയുള്ളതുകൂടി തുടച്ചു നീക്കുമെന്ന കടുത്ത ഭീഷണി. ശത്രുവിനെ പൂർണ്ണമായി കൊല്ലാതെ അവരുടെ ജീവരക്തം വലിച്ചെടുക്കുന്ന തന്ത്രമാണിവിടെ ട്രംപ് പയറ്റിയത്. ഞങ്ങൾ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെയും പ്രതിരോധിക്കാൻ ഇറാന് കഴിയില്ല എന്ന ട്രംപിന്റെ പരിഹാസം ഇറാന്റെ ആത്മവീര്യത്തെ തകർത്തു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇനി സാധാരണക്കാർ അറിയേണ്ടതാണ്, നമുക്കിത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഈ യുദ്ധം കേവലം ദൂരെയുള്ള ഒരു രാജ്യത്തെ പ്രശ്നമല്ല, നമ്മുടെ നാട്ടിലെ ഓരോ അടുക്കളയെയും വണ്ടികളെയും ഇത് ബാധിക്കും. ഖാർഗ് ദ്വീപിന്റെ തകർച്ച ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സപ്ലൈ ചെയിനുകൾ തടസ്സപ്പെടുന്നതോടെ പെട്രോളിനും ഡീസലിനും വില കൂടുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു വശത്ത് ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയക്കുമ്പോൾ മറുവശത്ത് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ വരവ് വർദ്ധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേൽ ഈ നീക്കത്തെ ലയൺസ് റോർ അല്ലെങ്കിൽ സിംഹഗർജനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ എല്ലാ ശക്തികളെയും ചവിട്ടി മെതിക്കുമെന്ന ഇസ്രയേലിന്റെ വാശിക്ക് അമേരിക്കയുടെ B-2 ബോംബറുകൾ കരുത്തു നൽകി. ഇറാഖിലും കുവൈത്തിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടി വെറും ചീറ്റലായി മാറിയ കാഴ്ചയാണ് ലോകം കണ്ടത്. ആയുധം താഴെ വെച്ച് രാജ്യത്ത് അവശേഷിക്കുന്നത് രക്ഷിക്കാനാണ് ഇറാനിയൻ സൈന്യത്തിന് അമേരിക്ക ഇപ്പോൾ നൽകുന്ന അവസാന ഉപദേശം. അമേരിക്കയുടെ ഈ പരുക്കൻ നീക്കം ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതോ ഇറാൻ എന്ന ശക്തിയുടെ പൂർണ്ണമായ അസ്തമയമാണോ ഇത്?
ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇറാന്റെ ഓരോ ചലനവും ലോകം മുൾമുനയിൽ നിന്നാണ് ഇപ്പോൾ വീക്ഷിക്കുന്നത്.